എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത് കേവലം ഒരു ക്രിക്കറ്റ് മത്സരമായിരുന്നില്ല, മറിച്ച് ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചു കണ്ട് നിങ്ങളുടെ രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു ചരിത്ര സംഭവമായിരുന്നു. 2026 T20 ലോകകപ്പിലെ 36ാം ഗ്രൂപ്പ് മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ ഇന്ത്യ 17 റൺസിന്റെ ഐതിഹാസിക വിജയം സ്വന്തമാക്കിയപ്പോൾ മൈതാനത്തരങ്ങേറിയത് ആവേശത്തിന്റെയും അതിനുപരി മനുഷ്യത്വത്തിന്റെയും വികാരഭരിതമായ കാഴ്ചകളായിരുന്നു. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയ്ക്ക് തുടക്കം തന്നെ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. അഭിഷേക് ശർമ്മ റൺ ഒന്നും എടുക്കാതെയും ഇഷാൻ കിഷൻ വെറും 18 റൺസ് എടുത്തും കൂടാരം കയറിയപ്പോൾ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ആരാധകരുടെ ചങ്കിടിപ്പ് കൂടി. സ്കോർ ബോർഡിൽ കടുത്ത സമ്മർദ്ദം നിഴലിച്ചു നിന്നെങ്കിലും പിന്നീട് മൈതാനത്ത് കണ്ടത് ശിവം ദുബെയുടെയും ദ ഫിനിഷർ റിങ്കു സിംഗിന്റെയും അവിശ്വസനീയമായ താണ്ഡവമായിരുന്നു. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 34 റൺസും തിലക് വർമ്മ 31 റൺസും നേടി ഇന്നിംഗ്സിന് അടിത്തറയിട്ടതിന് പിന്നാലെ വെറും 31 പന്തിൽ 66 റൺസ് അടിച്ചുകൂട്ടിയ ശിവം ദുബെ നെതർലൻഡ്സ് ബൌളർമാരുടെ പേടി സ്വപ്നമായി മാറി. എന്നാൽ സ്റ്റേഡിയത്തിന്റെ താപനില കൊടുമിടിയിലെത്തിച്ച ആ യഥാർത്ഥ സ്ഫോടനം വരാനിരിക്കുന്നതേയുണ്ടായിരുന്നുള്ളൂ. ക്രീസിലേക്ക് സാക്ഷാൽ റിങ്കു സിംഗ് എത്തിയതോടെ ഇന്ത്യൻ സ്കോർ കുതിച്ചുയർന്നു. 160 ഒതുങ്ങുമെന്ന് കരുതിയ സ്കോർ ഹാർദിക്കിന്റെയും റിങ്കുവിന്റെയും മികവിൽ 190 കടന്നു. ഇന്നിംഗ്സിലെ അവസാന ഓവർ ആയപ്പോഴേക്കും സ്റ്റേഡിയം മുഴുവൻ റിങ്കു റിങ്കു എന്ന മന്ത്രത്താൽ മുഖരിതമായി. നെതർലൻഡ്സിന്റെ പരിചയസമ്പന്നനായ ബൌളർ ലോഗൻ വാൻ ബീക്ക് എറിഞ്ഞ 20ാം ഓവറിലെ 4ാമത്തെ പന്തിൽ സംഭവിച്ചത് കേട്ടാൽ നിങ്ങളുടെ ശ്വാസം നിലച്ചുപോകും. വാൻ ബീക്കിന്റെ കൃത്യതയാർന്ന ലെങ്ത് ഡെലിവറിയെ മിന്നൽ വേഗത്തിൽ ക്രീസിന് പുറത്തേക്കിറങ്ങി ലൈൻ മനസ്സിലാക്കി റിങ്കു സിംഗ് മിഡ് വിക്കറ്റിനു മുകളിലൂടെ പറത്തിവിട്ടു. ഒരു റോക്കറ്റ് പോലെ കുതിച്ചുയർന്ന ആ പന്ത് ഫ്ലഡ് ലൈറ്റുകൾക്കിടയിലൂടെ പാഞ്ഞുപോയി ബൗണ്ടറിക്ക് പുറത്ത് പ്രദർശനത്തിനായി വെച്ചിരുന്ന ലക്ഷറി സ്പോൺസർ കാറിന്റെ പിൻവശത്തെ ചില്ലിൽ വലിയൊരു ഇടിമുഴക്കം പോലെ ചെന്നിടിച്ചു. ബോംബ് സ്ഫോടനം നടന്നതുപോലെ കാറിന്റെ ചില്ലുകൾ 1000 കഷ്ണങ്ങളായി വായുവിൽ ചിതറിത്തെറിച്ചപ്പോൾ സ്റ്റേഡിയം ഒന്നടങ്കം സ്തംഭിച്ചുപോയി. വിശ്വസിക്കാനാവാത്ത ഈ കാഴ്ച കണ്ട് കമന്റേറ്റർമാർ പോലും തങ്ങളുടെ സീറ്റുകളിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അലറി വിളിക്കുകയായിരുന്നു. ആ ഒറ്റ ഷോട്ടിലൂടെ റിങ്കു തകർത്തത് ആ കാറിന്റെ ചില്ലു മാത്രമായിരുന്നില്ല, മറിച്ച് എതിരാളികളുടെ ആത്മവിശ്വാസം കൂടിയായിരുന്നു. അങ്ങനെ ഇന്ത്യ 20 ഓവറിൽ 6 വിക്കറ്റിന് 193 റൺസ് എന്ന കൂറ്റൻ സ്കോറിലെത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ നെതർലൻഡ്സ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസിൽ ഒതുങ്ങി. എന്നാൽ കളിക്കളത്തിലെ വീരശൂര പരാക്രമങ്ങൾക്കപ്പുറത്ത് മത്സരം അവസാനിച്ചതിനു ശേഷം ലോകം സാക്ഷ്യം വഹിച്ചത് കായിക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു സ്നേഹപ്രകടനത്തിനാണ്. അഹങ്കാരത്തിന്റെ ലാഞ്ചന പോലുമില്ലാതെ ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെട്ട നെതർലൻഡ്സ് താരങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന കാഴ്ച ആരുടെയും കണ്ണു നനയിക്കുന്നതായിരുന്നു. പരാജയഭാരത്താൽ തലകുനിച്ചു നിന്ന നെതർലൻഡ്സിന്റെ യുവ ഓൾറൗണ്ടർ ബാസ് ഡി ലീഡിന്റെ അടുത്തേക്ക് ഹാർദിക് പാണ്ഡ്യ ഓടിച്ചെല്ലുകയും അദ്ദേഹത്തെ കെട്ടിപ്പുനിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്തു. ബാറ്റിംഗും ബൌളിംഗും എങ്ങനെ സന്തുലിതമായി കൊണ്ടുപോകാമെന്നതിന്റെ വിലപ്പെട്ട പാഠങ്ങൾ പാണ്ഡ്യ അദ്ദേഹത്തിന് പകർന്നു നൽകി. ഒപ്പം താൻ ഒപ്പിട്ട ജേഴ്സി ഒരു വലിയ സമ്മാനമായി നൽകിയപ്പോൾ ആ യുവതാരത്തിന്റെ മുഖത്ത് വിരിഞ്ഞ ചിരിക്ക് ലോകത്തോളം വിലയുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച പേസർമാരായ ജസ്പ്രീത് ബുംറയും അർഷ്ദീപ് സിംഗും നെതർലൻഡ്സിന്റെ ആര്യൻ ദത്തിനെയും മൈക്കൽ ലെവിറ്റിനെയും തങ്ങളുടെ അടുത്തേക്ക് വിളിച്ചുവരുത്തി. അന്താരാഷ്ട്ര തലത്തിൽ ഡെത്ത് ഓവറുകളിൽ യോർത്രകളും സ്ലോവർ ബോളുകളും എങ്ങനെ എറിയാമെന്ന് ബുംറ ആര്യൻ ദത്തിന് പറഞ്ഞുകൊടുത്തപ്പോൾ സ്വിംഗ് ബൌളിംഗിന്റെ സൂക്ഷ്മ രഹസ്യങ്ങൾ അർഷ്ദീപ് മൈക്കൽ ലെവിറ്റിന് പങ്കുവച്ചു. തങ്ങളുടെ ആരാധനാപാത്രങ്ങളിൽ നിന്ന് ഒപ്പിട്ട ജേഴ്സിയും ഉപദേശങ്ങളും ലഭിച്ചത് ഒരു സ്വപ്ന സാക്ഷാത്കാരമാണെന്നാണ് ആര്യൻ ദത്ത് പിന്നീട് പറഞ്ഞത്. ഈ ഹൃദയസ്പർശിയായ നിമിഷങ്ങളുടെ പരകോടിയിലായിരുന്നു ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് നെതർലൻഡ്സ് ക്യാപ്റ്റൻ സ്കോട്ട് എഡ്വേർഡ്സിനെ ചേർത്തുപിടിച്ചത്. എഡ്വേർഡ്സിന്റെ ക്യാപ്റ്റൻസിയെ വാനോളം പുകഴ്ത്തിയ സൂര്യ ഒരു ചെറിയ ടീമിനെ വെച്ച് വലിയ ടീമുകൾക്കെതിരെ എങ്ങനെ തന്ത്രങ്ങൾ മെനയാമെന്നും ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള കൊടും സമ്മർദ്ദങ്ങൾ എങ്ങനെ അതിജീവിക്കാമെന്നും വളരെ നേരം അദ്ദേഹത്തോട് സംസാരിച്ചു. കളിക്കളത്തിൽ ഏറെ പതറിപ്പോയ ജാക്ക് ലയൺ കാഷെ എന്ന യുവതാരത്തിനും മറ്റ് ഡച്ച് കളിക്കാർക്കും ഇന്ത്യൻ ടീം അംഗങ്ങൾ നൽകിയ സ്നേഹവും പിന്തുണയും വാക്കുകൾക്കതീതമായിരുന്നു. കളിക്കളത്തിലെ പോരാട്ടം മത്സരം തീരുന്നതുവരെ മാത്രമാണെന്നും അതിനു പുറത്ത് നാം എല്ലാം ഒറ്റ ക്രിക്കറ്റ് കുടുംബമാണെന്നും ഇന്ത്യ ലോകത്തിന് കാണിച്ചുകൊടുത്തു. ഈ മഹത്തായ കായിക സ്പിരിറ്റിനെ നെതർലൻഡ്സ് കോച്ചിംഗ് സ്റ്റാഫും സോഷ്യൽ മീഡിയയും ഒന്നടങ്കം സല്യൂട്ട് ചെയ്യുകയാണ്. അവർ ഇന്ത്യയെ യഥാർത്ഥ ചാമ്പ്യന്മാർ എന്നാണ് വിളിക്കുന്നത്. മത്സരം ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ സൂര്യകുമാർ യാദവ് പറഞ്ഞതുപോലെ ശരിയായ വഴികാട്ടിയുണ്ടെങ്കിൽ നെതർലൻഡ്സിനെ ലോകത്തിലെ ഏത് ടീമിനെയും വിറപ്പിക്കാം. അഹമ്മദാബാദിലെ മൈതാനത്തെ ഒരു ആഗോള പാഠശാലയാക്കി മാറ്റിയ ഇന്ത്യൻ ടീമിന്റെ ഈ പ്രകടനത്തിന് 10ൽ എത്ര മാർക്ക് നിങ്ങൾ നൽകുന്നു?
സൂര്യകുമാർ യാദവിന്റെ ഈ നേതൃത്വ പാടവം ഇന്ത്യയെ ലോക കിരീടം ചൂടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഒപ്പം ഗ്രേറ്റ് ടീം ഇന്ത്യ എന്ന് കുറിക്കാൻ മറക്കരുത്. ഇന്ത്യൻ താരങ്ങളുടെ ഈ മഹത്തായ മനസ്സും റിങ്കുവിന്റെ വെടിക്കെറ്റും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.